ഇവർ തെറ്റായ വഴികളിലൂടെയാണ് ഇവർ വന്നിരിക്കുന്നത്. ആ തെറ്റായ വഴികളിലൂടെ എത്തിയതുകൊണ്ടാണ് ഈ കൂടെയുള്ള പ്രശ്നങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് ഈ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഇത് ചെയ്തുകൊണ്ട് ഈ കാര്യത്തിലേക്ക് പോകുന്നത്. അതുപോലെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മറുപടി പറഞ്ഞു. വ്യവസായ മന്ത്രി പറഞ്ഞത് ഈ ഊതിപ്പെരിപ്പിച്ച കണക്കുകളാണ്. ഞാൻ അന്ന് പറഞ്ഞു MSMEകൾ ഭയങ്കരമായി വർദ്ധിച്ചു എന്നാണ് പറഞ്ഞത്. 3,55,000 സംരംഭങ്ങളാണ് എന്നാണ് പറഞ്ഞത് കേരളത്തിൽ. എന്താ കാര്യം? 2021 ഈ അമെൻമെൻറ്റ് വരുത്തി, MSMEയുടെ നിർവചനത്തിൽ ഭേദഗതി വരുത്തി. എന്നിട്ട് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഇതുകൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞു. അതെല്ലാ സംസ്ഥാനത്തും മാറ്റം ഉണ്ടായി. ആന്ധ്രാപ്രദേശിൽ 2020-21 ഉണ്ടായത് 65,174 സംരംഭങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് 2021-22 ആയപ്പോൾ 1,47,000 ആയി അവിടെ വർദ്ധിച്ചു. 1,47,000 ആയി അവിടെ വർദ്ധിച്ചു. ഇപ്പോൾ അവിടെ എത്രയാണെന്നറിയാം? 6,78,000 ഉണ്ട്, അവിടെയുണ്ട്. കർണാടക നോക്കിയേ, അന്ന് 1,52 1,52,000 ഉണ്ടായിരുന്നത് ഈ നിർവചനം മാറ്റിക്കഴിഞ്ഞപ്പോൾ 3,14,000 ആയി. ഇപ്പോൾ കർണാടകയിലെ സംരംഭങ്ങൾ 6,76,000 ആണ്. ഈ സംരംഭങ്ങൾ എന്ന് പറയുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ടവൻ ലോൺ എടുത്ത് കടം മേടിച്ച് തുടങ്ങുന്ന പെട്ടിക്കട, മനസ്സിലായില്ലേ, പലചരക്ക് കട, പച്ചക്കറി കട, ബ്യൂട്ടി പാർലർ, ബാർബർ ഷോപ്പ്, ബേക്കറി തുടങ്ങി വർക്ക്ഷോപ്പ് തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളും വരും. ഇതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ക്രെഡിറ്റിലേക്ക് ഇതെങ്ങനെയാണ് പോകുന്നത്? ഇത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതല്ലേ. റെസ്റ്റോറൻറ്റുകൾ തുടങ്ങുന്നു. ഇത് ഗവൺമെൻറ് പഠിക്കേണ്ടത് ഇങ്ങനെ തുടങ്ങുന്ന എത്ര സംരംഭങ്ങൾ പൂട്ടിപ്പോകുന്നുണ്ടെന്നാണ്. ഇപ്പോൾ 10 റെസ്റ്റോറൻറ്റ് തുടങ്ങി 8 എണ്ണം പൂട്ടിപ്പോവാണ്, കടകൾ പൂട്ടിപ്പോവാണ്. റീറ്റെയിൽ വ്യാപാരവും ഹോൾസെയിൽ വ്യാപാരവും കേരളത്തിൽ തളരുകയാണ് യഥാർത്ഥത്തിൽ. കാരണം 2 കാര്യങ്ങളാണ്. ഒന്ന് ഓൺലൈൻ സംവിധാനം, 2 മാളുകൾ കേന്ദ്രീകരിച്ചുള്ള ബിസിനസ് കേരളത്തിൽ കൂടി. ശരിക്കും പറഞ്ഞാൽ ഈ റീറ്റെയിൽ ഹോൾസെയിൽ സംരംഭങ്ങൾ കേരളത്തിൽ തളരുകയും അടച്ചുപൂട്ടപ്പെടുകയും ചെയ്യാണ്. എന്നിട്ടാണ് ഇത് ഈ ആളുകൾ തുടങ്ങുന്നതിനെക്കുറിച്ച് കേരളത്തിൽ 3,44,000 സംരംഭം തുടങ്ങിയെന്നൊരു ഗവൺമെൻറ് വന്ന് പറയും. ഗവൺമെൻറ്റിന് എന്ത് റോളാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നത്? എന്ത് റോളാണ് ഉണ്ടായിരുന്നത് ഈ കാര്യത്തിൽ? അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ ഒരു വളർച്ച കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇവർ ഊതിപ്പെരിപ്പിച്ച കണക്കായിട്ട് വരും. ഞങ്ങളിതിനെ എതിർത്തില്ലെങ്കിൽ കോവിഡ് കാലത്ത് ഞങ്ങൾക്ക് പറ്റിയത് പറ്റും. കോവിഡ് കാലത്ത് ലോകത്തിലെ ഏറ്റവും മനോഹരമായി കോവിഡ് കൈകാര്യം ചെയ്ത സംസ്ഥാനം കേരളമാണ് എന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കി. ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് അത് ബോധ്യപ്പെട്ടത്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഡ് മൂലം മരണപ്പെട്ട 2ാമത്തെ സംസ്ഥാനമാണ് കേരളം. ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് 21,000 പേരുടെ മരിച്ച വിവരം ഒരു പൂഴ്ത്തി വെച്ചത് പുറത്തു വന്നത്, ഇല്ലേ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രോഗികളുണ്ടായ ഇന്ത്യയിലെ 2ാമത്തെ സംസ്ഥാനം ഒന്ന് മഹാരാഷ്ട്രയ്ക്ക് കേരളത്തിൻ്റെ 3 ഇരട്ടി പോപ്പുലേഷനുള്ള സംസ്ഥാനമാണ്. ഈ ഗവൺമെൻറ്റിന് ഞങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, നിയമസഭയ്ക്കകത്തും പുറത്തും, എന്താണ് ഈ ഗവൺമെൻറ്റിൻ്റെ മുൻഗണന? സർക്കാരിൻ്റെ മുൻഗണന എന്താണ്? ഇന്നലെ PSC മെമ്പർമാർക്കും ചെയർമാനും എത്ര വർധനവാണ് ശമ്പളത്തിൽ കൊടുത്തത്? അതാണോ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി? പാവപ്പെട്ട ആശാ വർക്കർമാർ 12-14 മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്യുന്നവർ 7,000 രൂപയാണ് അവരുടെ ഓണറേറിയം. അതൊന്ന് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട്, അവരുടെ കുടിശ്ശിക കൊടുക്കണം എന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുമ്പോൾ ആ സമരം ചെയ്യുന്നവരെ പരിഹസിക്കുന്ന മന്ത്രിമാരുള്ള ഈ മന്ത്രിസഭയാണ് ഇന്നലെ ലക്ഷക്കണക്കിന് രൂപ PSC ചെയർമാൻ, അത് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റാണ്, സ്വന്തം പാർട്ടിക്കാരാണ്. ആ പാർട്ടിക്കാർക്ക് എത്രമാത്രം വർധനവാണ് കൊടുത്തിരിക്കുന്നത്? അവരുടെ ഈ ഇതിനു മുമ്പുള്ള റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റിൽ മുൻകാല പ്രാബല്യത്തോടു കൂടി അവർക്ക് ശമ്പളം കൊടുക്കുക. എത്ര കോടി രൂപയാണ് അതിനുവേണ്ടി ചിലവാകുന്നത്? പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള പദ്ധതികൾ മുഴുവൻ വെട്ടിക്കുറയ്ക്കുക, കുട്ടികളുടെ ഗ്രാൻസ് കൊടുക്കാതിരിക്കുക, സ്റ്റൈപ്പൻഡ് കൊടുക്കാതിരിക്കുക, ഹോസ്റ്റൽ ഫീസ് കൊടുക്കാതിരിക്കുക. ഹോസ്റ്റൽ ഫീസ് കൊടുക്കാത്തതിൻ്റെ പേരിൽ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾ അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ അപമാനിക്കപ്പെടുകയാണ് ഈ സംസ്ഥാനത്ത്, കൃത്യസമയത്ത് കൊടുക്കാത്തതുകൊണ്ട്. അതൊന്നും കൊടുക്കാത്ത ഒരു സർക്കാരാണ്. ഇപ്പോഴും 3 മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ബാക്കിയുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ തളർന്നു കിടക്കുന്ന ആളുകളെ ചികിത്സിക്കുന്ന പരിചരിക്കുന്നവർക്കുള്ള ആശ്വാസ കിരണം പദ്ധതി വഴി കിടക്കുകയാണ്. ഇവിടെ കാരുണ്യ പദ്ധതിക്ക് കൊടുക്കാൻ കോടികളാണുള്ളത്. മാവേലി സ്റ്റോറിൽ സാധനം വാങ്ങാൻ സബ്സിഡി റേറ്റിൽ ഐറ്റത്തിന് കൊടുക്കാൻ പണമില്ല. എന്നിട്ട് PSC മെമ്പർമാരുടെ ശമ്പളം എത്രയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്? ഗവൺമെൻറ് പരിഹസിക്കുകയാണ് ജനങ്ങളെ. സ്വന്തം ആളുകൾക്ക് വേണ്ടി എന്തും ചെയ്യും.
ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും എന്ന് പറഞ്ഞ് ജനങ്ങളെ നോക്കി പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയുമാണ് ഈ സർക്കാർ ചെയ്യുന്നത്. ഇത് ശരിയല്ല. ഈ വർദ്ധിപ്പിച്ച അവരുടെ വേതനം പിൻവലിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്.